സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും നിയമലംഘനങ്ങൾ തടയുന്നതിനുമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി വാഹന പരിശോധന ഇന്നും തുടരുകയാണ്. കൊച്ചിയിൽ ഇന്നും പരിശോധന പുരോഗമിക്കുന്നു. ബ്ലാക്ക് സ്പോട്ടായി കണ്ടെത്തിയ ഇടപ്പള്ളി കുണ്ടന്നൂർ റോഡിലാണ് പരിശോധന. ഞങ്ങളുടെ പ്രതിനിധി സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വാഹന അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഒപ്പം തന്നെ പോലീസും സംയുക്തമായിട്ട് ഒരു പരിശോധന ഇവിടെ എറണാകുളത്തെ ഇടപ്പള്ളി ജംഗ്ഷനിൽ നടത്തിയിരിക്കുന്ന ബ്ലാക്ക് സ്പോട്ടായിട്ട് കണ്ടിരിക്കുന്ന ഒരിടം കൂടിയാണിത്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെയും പരിശോധന ഉണ്ടായിരുന്നു, ഇന്നും ഇപ്പോൾ പരിശോധന തുടരുകയാണ്. എന്തായാലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള ബിനു NS കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സാറേ, ഇന്ന് എന്താണ് പരിശോധന കൊണ്ട് എന്തൊക്കെ പ്രയോജനം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു? ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമുള്ള പരിശോധനയുടെ കണ്ടിന്യൂറ്റിയാണ്. ഇത് എറണാകുളം RTOയുടെ പരിധിയിലുള്ള സ്പോട്ടുകളിലാണ് ചെക്കിങ് തുടരുന്നത്. കാലത്ത് 6 മണിക്ക് പോലീസുമായിട്ട് സംയുക്തമായിട്ട് ചേർന്ന പരിശോധനയാണ് നടന്നത്. ഇതിൽ ഏകദേശം 52 വാഹനങ്ങളോളം ഞങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധന നടത്തി. അതിൽ 18 വാഹനങ്ങളിൽ 15 വാഹനങ്ങൾക്ക് കേസുകൾ തയ്യാറാക്കുകയും വളരെയധികം ന്യൂനതകൾ, അതായത് നമ്പർ പ്ലേറ്റ് പ്രദർശിപ്പിക്കാതെ വരിക, ഓൾട്രേഷൻ നടത്തുക. ഒരു 3 വാഹനങ്ങളിൽ ഡ്രൈവർ ഫിസിക്കലി അൺഫിറ്റ് ആണെന്ന് കണ്ട് ആ വാഹനങ്ങൾ എടപ്പള്ളി ട്രാഫിക് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാറേ, ഈ പിടിച്ചെടുത്ത വാഹനങ്ങൾക്ക് ഇനി എന്ത് നടപടിയായിരിക്കും നമ്മൾ സ്വീകരിക്കാം? പിടിച്ചെടുത്ത വാഹനങ്ങൾക്ക് നമ്മൾ ഫൈൻ ചുമത്തി അത് അവർക്ക് ഒരു അവയർനെസ് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ വാഹനം വിട്ടുകൊടുക്കത്തുള്ളൂ. ഇവർ പറയുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന, അല്ലെങ്കിൽ വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണവും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള അവർക്ക് ക്ലാസുകൾ നൽകേണ്ടതിൻ്റെ ആവശ്യകത ഏറി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് MVDയെയും പോലീസിനെയും സംയുക്തമായി പരിശോധന നടത്തുന്നതിനെ പ്രേരിപ്പിച്ചിരിക്കുന്നതും. എന്തായാലും ഇന്നലെയും ഇന്നുമായി പരിശോധന ശക്തമായി തന്നെ എറണാകുളം നഗരത്തിൽ തുടരുകയാണ്.